അതിജീവിതയ്ക്ക് രാമപിള്ളയെ പോലെ ഒരു വക്കീലിനെ വെക്കാൻ സാധിക്കില്ല. കാരണം പ്രോസിക്യൂഷനെ വെച്ചു കൊടുക്കുന്നത് കോടതിയാണ്, നമ്മുടെ ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു വലിയ ഡിഫൻസ് വക്കീലിന് വരുമ്പോൾ അതിനെ ഇക്വിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ല ഡിഫൻസ് സിസ്റ്റം തന്നെ വേണം. നമുക്ക് വന്ന പ്രോസിക്യൂട്ടേഴ്സ് 3 പ്രോസിക്യൂട്ടേഴ്സ് വന്നു. ഞാൻ അവരാരും മോശക്കാരാന്ന് പറയണ്ട, പക്ഷെ അവർക്ക് എന്ത് ഫ്യൂവലാണ് ഉണ്ടായിരുന്നത്? അവരുടെ കാലിബറോ പ്രൊഫഷണൽ ഇത് മാത്രമല്ല, അവര് വേറെ വേറെ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുകയാണ്. അവർക്ക് താമസിക്കാൻ സൗകര്യമില്ല, അവർക്ക് നല്ലൊരു ഓഫീസ് ഇല്ല, അവർക്ക് വേണ്ടുന്ന യാതൊരുവിധ ഹെൽപ്പും ഇല്ല. നിങ്ങൾ പ്രോസിക്യൂഷനെ കാണണം, ഡിഫൻസ് ഓഫീസും കാണണം. അത് നമ്മൾക്ക് ചെയ്യുന്ന ഈ സപ്ലിമെന്റ്സ് ഒക്കെ വലിയ കാര്യം തന്നെയാണ്. നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ 10-15 ജൂനിയേഴ്സ് ഉണ്ടാവാം. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണതിന്റെ വലിയ ന്യൂനതയുണ്ട്. പിന്നെ കേരള പോലീസിന്റെ അന്വേഷണം വളരെ മികവുറ്റതാണെന്ന് നമ്മൾ പറഞ്ഞ സൗമ്യ കേസ്. ഈ സൗമ്യ കേസ് വിട്ടുപോയ അതിലെ ഒരു വലിയ പ്രശ്നം ഉണ്ടല്ലോ. നമ്മുടെ സൗമ്യ കൊല ചെയ്യപ്പെട്ടു, സൗമ്യ റേപ്പ് ചെയ്യപ്പെട്ടു, പക്ഷെ റേപ്പ് തെളിയിക്കപ്പെട്ടു, കൊല തെളിയിക്കപ്പെട്ടില്ലല്ലോ. അത് എങ്ങനെയാ അതിന്റെ വീഴ്ച എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ അതിന്റെ പ്രോസിക്യൂഷന്റെ വീഴ്ചയൊക്കെ കാണിച്ചത്. അപ്പോ ആദ്യം പ്രോസിക്യൂട്ടറാണ് തുടങ്ങി വെക്കുന്നത്. ആ പ്രോസിക്യൂട്ടറോട് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് ആദ്യം കുറ്റപത്രം FIR ഇടുന്നതും കേസ് അന്വേഷണം തുടങ്ങുന്നതും. അവിടുന്ന് ദുർബലമായിരുന്നു. പിന്നീട് ടീം അംഗങ്ങളെ കൂട്ടുകയോ പിന്നീട് കാര്യങ്ങൾ കുറേയേറെ അവര് നന്നാക്കാൻ ശ്രമിച്ചു കേട്ടോ. ഈ കേരള പോലീസ് FIR നന്നാക്കി, കുറ്റപത്രം നന്നാക്കി കൊണ്ടുവരുമ്പോ ഒരുപാട് സാക്ഷികളും ഒരുപാട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ആകെ ഒരു സങ്കീർണമാക്കി മാറ്റും. അതിന്റെ വലിയ പ്രശ്നം എല്ലാ കേസുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എത്രത്തോളം സങ്കീർണമാക്കുന്നു, എല്ലാ ആനുകൂല്യവും കൃത്യമായി തന്നെ പ്രതിക്കാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും നമ്മുടെ സിസ്റ്റത്തിന്റെ തന്നെ തകരാറ് കൊണ്ടാണ് അട്ടിമറിക്കപ്പെടാനൊന്നുമില്ല. പോലീസിനെ ആരും വിലയ്ക്ക് വാങ്ങിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടേഴ്സിനെ ആരും വിലയ്ക്ക് വാങ്ങിയിട്ടല്ല. പക്ഷെ നമ്മളുടെ നിവൃത്തികേട്, നമ്മുടെ സിസ്റ്റത്തിന്റെ പോരായ്മകൾ, പിന്നെ നമ്മുടെ കോടതിയിൽ എന്താ സംഭവിച്ചത്? പല കാര്യങ്ങളിലും പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കോടതിയെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ കോടതി എനിക്ക് നീതി ചെയ്തില്ല എന്ന് കരഞ്ഞു പറയുന്ന ഒരു അതിജീവിത അതിജീവിത ആവശ്യപ്പെട്ട് തന്നെയാണ് ഒരു വനിതാ ജഡ്ജിനെ വെക്കുന്നത്. പക്ഷെ ആ വനിതാ ജഡ്ജി എന്നോട് നീതിപൂർവ്വം പെരുമാറിയില്ല. ഞാനിവിടെ വീണ്ടും ഹറാസ് ചെയ്യപ്പെടാന്ന് പറയുന്നത് കേൾക്കാനും മേലക്കോടതികൾക്ക് കഴിഞ്ഞില്ല. മേലക്കോടതികൾ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഓരോരുത്തരും വന്ന് പറയാൻ തുടങ്ങിയാൽ ജുഡീഷ്യറിയിലെ എല്ലാ ജഡ്ജസിനെയും മാറ്റി കളിക്കാൻ പറ്റൂ, ജുഡീഷ്യറിയുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടില്ല എന്നൊക്കെ മേലക്കോടതിക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും. അപ്പം പ്രോസിക്യൂട്ടേഴ്സ് ഇവിടെ കേസ് നടത്താൻ പറ്റില്ലെന്ന് ഇറങ്ങിപ്പോകുന്നു. അവസാന നിമിഷം അജയകുമാർ സാർ ചർച്ചയിലൊക്കെ ഇരുന്ന ആളാണ്, അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. കാരണം ഒരാളെ അന്ന് കിട്ടിയില്ല. ഒരുപാട് വക്കീലന്മാരെ സമീപിച്ചിട്ട് ഒരു വക്കീലിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ വലിയ പ്രശ്നം തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് എന്നോട് വക്കാലത്ത് തീർക്കാൻ പറഞ്ഞു? എനിക്ക് ഭയങ്കര എന്താ പറയാ വിഷമം തോന്നി ചെയ്തത്. കാരണം ഞാൻ അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള വക്കീലല്ല, എനിക്കറിയാം. പക്ഷെ എന്നോട് ഈ വക്കാലത്ത് തീർക്കാൻ പറയണമെന്ന് പറയുമ്പോൾ ഒരവസ്ഥ ആലോചിച്ചു.